ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നീറ്റ് സ്റ്റഡി വ്ലോഗ് തന്നെയാണ്. നീറ്റ് സ്റ്റഡി വ്ലോഗ് എന്ന് മാത്രമല്ല, നീറ്റിൻ്റെ ഒരു ബാക്ക്ലോഗ് ക്ലിയറൻസ് ഞാൻ ഇന്ന് എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ എടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. അത് ബാക്ക്ലോഗ് ക്ലിയറൻസ് എന്ന് പറയാനൊക്കത്തില്ല, ഞാൻ പുതിയതായിട്ട് പഠിക്കുകയാണ്. ബാക്ക്ലോഗ് എന്നും പറയാം, കാരണം ഉയരയുടെയും അതുപോലെ വേദയുടെ ഞാൻ ആ ചാപ്റ്റർ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ബാക്ക്ലോഗ് ക്ലിയറൻസ് എന്നും പറയാം. ഈ ചാപ്റ്റർ നമ്മുടെ എക്സാമിനില്ലായിരുന്നു. നിങ്ങൾക്കറിയാം, എക്സാമിൻ്റെ സമയമായപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. എന്ത് ചെയ്യണം, PYQ ചെയ്യണോ, പഠിക്കണോ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണോ, റിവിഷൻ ചെയ്യണോ, ഒന്നും അറിയാത്ത ഒരു സമയമായിരുന്നു. അത് മാത്രമല്ല, കുറച്ച് ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഷെഡ്യൂൾ തന്നെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് എക്സാമിനറിൻ്റെ ആ ഒരു ഇതിൻ്റെ കൂടെ പോകാൻ പറ്റിയില്ല, ടൈം ടേബിളിൻ്റെ കൂടെ പോകാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉയരയുടെ ആയാലും വേദയുടെ ആയാലും ഇഷ്ടംപോലെ പെൻഡിങ് ആയി. അത് എനിക്ക് ഇത്ര ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നെന്ന് പറയുമ്പോൾ ഞാനിത് മൺഡേ എടുക്കുന്ന വീഡിയോ ആണ്. മൺഡേ ഇതിപ്പോൾ ഈ ചാപ്റ്റർ ഞാൻ പകുതിയെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ആദ്യമേ കയറി ഫുള്ള് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും ഓർമ്മ വരത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ഇന്ന് പഠിക്കുന്നില്ല, പകുതി, അതായത് സ്കൂളിൽ പഠിപ്പിച്ച ആ ഒരു ഭാഗം വരെ പഠിച്ചു. അത്രയും പഠിച്ചു. ഇനി അത് നാളെ റിവൈസ് ചെയ്യണം. പിന്നെ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. അത് ഞാൻ നേരത്തെ പഠിച്ച ചാപ്റ്ററാണ്. എന്നാലും നമുക്ക് റിവിഷൻ വേണമല്ലോ, നീറ്റിൻ്റെ ബേസിസിലാണെങ്കിലും ഇതിൻ്റെ ബേസിസിലാണെങ്കിലും ബോർഡ് എക്സാമിൻ്റെ ബേസിസിലാണെങ്കിലും. അതുകൊണ്ട് അതൊന്നുകൂടെ റിവൈസ് ചെയ്തു. പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്നുള്ളത് നീറ്റിൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഏതാണ്ട് 7 മാസം മാത്രമേ ഉള്ളൂ നമ്മുടെ നീറ്റിൻ്റെ എക്സാം വരുന്നത്. അപ്പം അതിനുള്ളിൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അതുപോലെ തന്നെ ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. അപ്പോൾ ഞാനിപ്പോൾ എക്സാമിനറിൻ്റെ ബാച്ചിലുള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ പഠിച്ചു പോകും. എന്നാലും റിവിഷന് വേണ്ടിയിട്ട് ഞാൻ മെമോനീറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പാണ് യൂസ് ചെയ്യുന്നത്. ഈ മെമോനീറ്റ് ഞാൻ ചൂസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരുടെ 2024 നീറ്റ് എക്സാമിന് 180 on 180 സുവോളജിയിൽ നിന്നും ബോട്ടണിയിൽ നിന്നും 180 on 180, കെമിസ്ട്രിയിൽ 144 on 180, അതുപോലെ ഫിസിക്സിൽ 164 on 180 ഇവരുടെ ഈ ഒരു ആപ്പിൽ നിന്നാണ് വന്നേക്കുന്നത്. ഇതിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഉണ്ട്. അതിൻ്റെ പ്രൂഫാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അത് അവർ തന്നെ കൊടുത്തേക്കുന്ന പ്രൂഫാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ ബോർഡ് എക്സാമിൻ്റെ ബേസിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് പല സൈറ്റിൽ കയറി ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ നീറ്റിൽ ഇതുപോലെ നല്ലൊരു ആപ്പ് ഞാൻ വേറെ കണ്ടിട്ടില്ല. കാരണം ഇഷ്ടംപോലെ ഓപ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. നമ്മളെപ്പോഴും പ്രിപ്പറേഷൻ്റെ സമയത്ത് അഭിമുഖീകരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിൽ നമ്പർ 1 ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സ് ആയാലും NCERT വായിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ജസ്റ്റ് ഒരു പാസീവ് റിവിഷൻ മാത്രമാണ്. അതായത് നമ്മൾ പെട്ടെന്ന് ഓർത്ത് നിൽക്കത്തില്ലല്ല. അപ്പോൾ നമുക്കൊരു ആക്റ്റീവ് റിവിഷൻ എന്നുള്ള രീതിയിൽ MCQ സോൾവ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മെമോനീറ്റ് ആപ്പ് നമ്മളെ ഒരു തരത്തിൽ സഹായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ ടോപ്പിക്കിൽ നിന്നും ഇഷ്ടം പോലെ MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്പർ 2 എന്ന് പറയുന്ന ഒരു പ്രശ്നം നിങ്ങൾക്കറിയാം, 2019 തൊട്ട് NTA ക്വസ്റ്റ്യൻ ഇടുന്ന രീതിയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പുതിയ ഒരു അസേർഷൻ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ആപ്പിൽ ഇഷ്ടം പോലെ നമ്മൾ ഓരോ ലൈനിൽ നിന്നും അസേർഷൻസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ആ ഒരു റീസൺ അവർ കറക്റ്റായിട്ട് എഴുതി കാണിക്കും. ഇന്ന റീസൺ കൊണ്ടാണ് അത് കറക്റ്റായത്, തെറ്റാണെങ്കിലും ഇന്ന റീസൺ കൊണ്ടാണ് അത് കറക്റ്റായത് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പ്ലനേഷനും നമുക്ക് തരും. അതായത് നമുക്ക് മൊത്തത്തിൽ അത് ക്ലിയർ ചെയ്ത് പഠിച്ചു പോകാൻ അതുകൊണ്ട് തന്നെ പറ്റും. ഇനി മൂന്നാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ NCERT വായിക്കുക എന്നുള്ളത് കുഴപ്പമില്ല. പക്ഷേ NCERTയിൽ ഏറ്റവും വലിയൊരു കുറവായിട്ട് എനിക്ക് തോന്നിയത് ഡയഗ്രവും അതുപോലെ ടേബിൾസിൻ്റെ ഒക്കെ കുറവാണ്. ഫുള്ള് നീണ്ട പാരഗ്രാഫ് ആയതുകൊണ്ട് നമുക്കത് മെമ്മറൈസ് ചെയ്ത് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQസും അതുപോലെ തന്നെ എല്ലാം ചുരുക്കി മൈൻഡ് മാപ്സിൻ്റെയും ഫ്ലോ ചാർട്ട്സിൻ്റെ ഡയഗ്രാംസിൻ്റെ ടേബിൾസിൻ്റെ ഒക്കെ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞ് ഒരു ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം നമുക്ക് പ്രോബ്ലങ്ങളാണ്, എന്നാലും നാലാമത്തേത് നമ്മൾ മറവിയുടെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ദിവസം വായിച്ചിട്ട് പിറ്റേന്ന് അത് റിവൈസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ 70% നമ്മൾ മറന്നു പോകും. അപ്പോൾ ഈ ഒരു ആപ്പിൽ 7 പ്രോസസ്സിലൂടെയാണ് നമുക്ക് മെമ്മറി സ്റ്റോർ ചെയ്യുന്നത്. ആദ്യത്തെ ടെമ്പററി മെമ്മറി, അത് നമ്മൾ പിറ്റേ ദിവസം 24 മണിക്കൂറിനുള്ളിൽ അതൊന്നുകൂടെ ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. അങ്ങനെ 7 പ്രോസസ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലും മറക്കാത്ത രീതിയിൽ റിട്രീവിങ് സ്റ്റോർഡ് മെമ്മറി എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് വന്ന് നടക്കും. അതായത് ഈ 7 തവണ കൊണ്ട് നമ്മൾ ആ ഒരു ടോപ്പിക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യപ്പെടും. മാത്രമല്ല, നമ്മൾ മറന്നു പോകത്തില്ല, നമ്മുടെ ബ്രെയിനിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും.
അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് എലൈറ്റ് പ്ലാൻ ആണ്. ഇതിൽ 30,000+ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഈസി ആയിട്ട് മെമ്മറൈസ് ചെയ്ത് വെക്കാനായിട്ട് പാർട്ട് ടെസ്റ്റുകളുണ്ട്, ഫോമുല സെക്ഷനുകളുണ്ട്, ഫ്ലാഷ് കാർഡുകളുണ്ട്. അതൊക്കെ നല്ല രസമാണ്. പിന്നെ PYQ മാർക്ക്ഡ് NCERT ഒക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് ക്രോസ് വേർഡുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് മറന്നു പോകാതിരിക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യും. റിവിഷന് നല്ലതാണ്. പിന്നെ 24/7 ഡൗട്ട് ക്ലിയറൻസ് സെഷനുകളുണ്ട്. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്രോപ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കോർ കാർഡ് കാണിക്കുകയാണെങ്കിൽ 50% ഓഫും കിട്ടും കേട്ടോ. ഇപ്പം മെമോനീറ്റ് എല്ലാ പ്ലാനിൻ്റെയും പ്രൈസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള study20 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഓഫ് കിട്ടും. നിങ്ങൾക്ക് 5 ടോപ്പിക്ക് ഫ്രീ ആയിട്ട് ആദ്യം അറ്റൻഡ് ചെയ്ത് നോക്കാം. കുറച്ച് ടെസ്റ്റുകളും ഉണ്ട് ഫ്രീ ആയിട്ട്, അതും അറ്റൻഡ് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക കേട്ടോ. നല്ല ഉപയോഗപ്രദമായിട്ടുള്ളൊരു ആപ്പാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ലിങ്കിന് വേണ്ടിയിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് മെമോനീറ്റ് നോക്കി കുറച്ച് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തു. അതല്ലാതെ എനിക്ക് കെമിസ്ട്രിയുടെ അസൈൻമെൻറ്റ് എഴുതാനുണ്ടായിരുന്നു. കെമിസ്ട്രിക്ക് ഞങ്ങൾക്ക് കെമിക്കൽ കൈനറ്റിക്സിൻ്റെയും D&F ബ്ലോക്കിൻ്റെയും കുറച്ച് എഴുതാൻ തന്നിട്ടുണ്ട്. അതായത് സാറ് 2 PDF ഇട്ടു. കെമിക്കൽ കൈനറ്റിക്സിൻ്റെയും D&F ബ്ലോക്ക് എലമെൻസിൻ്റെയും ഫുൾ PYQ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു PDF ഇട്ടു. അപ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് എഴുതിക്കൊണ്ട് ചെല്ലണം. അതാണ് നമുക്ക് തന്ന അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മൾ ഈ PYQs ഒന്ന് അനലൈസ് ചെയ്യും. പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റേഴ്സ് അല്ലേ, കാരണം ഈ എക്സാമിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാണല്ലോ. അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഈ PYQ നോക്കി ഒന്നുകൂടെ പഠിക്കുക. അതൊരു റിവിഷനായിട്ട് മാറുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് സാർ ഇങ്ങനെ തരുന്നത്. ഇതാകുമ്പോൾ അസൈൻമെൻറ്റും ആവും റിവിഷനും ആവും. ഇതിപ്പോൾ എല്ലാവർക്കും സ്കൂളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പണി ഇതുപോലെ തന്നിട്ടുണ്ടായിരിക്കാം, ഓണം വെക്കേഷന് ചെയ്യാൻ പറഞ്ഞിട്ട്. മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും ഒക്കെ അസൈൻമെൻറ്റ്, അതുപോലെ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കാത്ത റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്ത് വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുപോലെ ഞങ്ങൾക്കും പറഞ്ഞിട്ടുണ്ട്. സുവോളജി ഒക്കെ എഴുതിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ ഈ എക്സാമിൻ്റെ സമയത്ത് കുറച്ച് മുമ്പ് പോയ ലാബുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എൻ്റെ സൗണ്ട് ചിലപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്രാക്ക് ആവുന്നോട്ട് തോന്നും. അത് ചെറിയ പനിയുടെ ഒരു കോളുള്ളതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഇനി സുവോളജിയുടെ റെക്കോർഡ് എഴുതാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പം വെക്കേഷൻ്റെ സമയത്ത് എന്തൊക്കെയാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ നിങ്ങളിപ്പം പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നീറ്റിൻ്റെ അത് ചെയ്യുന്നുണ്ടായിരിക്കും, JEE ആണെങ്കിൽ JEE ചെയ്യുന്നുണ്ടായിരിക്കും, ഒന്നും ചെയ്യാത്തവരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പറയാം. പിന്നെ അതുപോലെ കെമിസ്ട്രി എക്സാമിനെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ റിവ്യൂ സാധാരണ ഇടുന്നതാണ്, പക്ഷേ ഈ വട്ടം ഞാൻ റിവ്യൂ ഇട്ടില്ല, കാരണം എനിക്ക് ടൈം കിട്ടിയില്ല. എൻ്റെ വീഡിയോ റെഗുലറായിട്ട് കാണുന്നവർക്ക് അറിയാം, ഞാനിപ്പം സാധാരണ ഇരിക്കുന്ന സ്ഥലത്തല്ല ഇരിക്കുന്നത്. ഞാൻ വേറൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. ഈ വീഡിയോക്കകത്ത് കാണിക്കുമ്പോൾ എൻ്റെ സ്റ്റഡി ടേബിൾ അല്ല. അപ്പം ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലാണ്. അതുകൊണ്ട് ഈ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാൻ പറ്റാഞ്ഞത്. പിന്നെ എൻ്റെ കെമിസ്ട്രി എക്സാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു. അത്ര ഈസി എന്നല്ല, അത്ര ടഫ് എന്നല്ല, ഒരു മീഡിയം ലെവൽ. എന്നാൽ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു താനും. കുറച്ച് കറക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ചിലതൊക്കെ ഉണ്ടായിരുന്നു. ന്യൂമറിക്കൽസൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഈ ചെയ്യാൻ ഉള്ള കണക്കുകളൊക്കെ കൂടുതലുണ്ടായിരുന്നു. അപ്പം കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ നിങ്ങളുടെ കെമിസ്ട്രി എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ചിലരൊക്കെ കമൻറ്റ് ചെയ്തേക്കുന്നത് കണ്ടു, എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചേക്കുന്നത് കണ്ടു. പക്ഷെ എനിക്ക് റിപ്ലൈ തരാനുള്ള സമയം കിട്ടിയില്ല. അതിന് ഇരുന്ന് കൊടുക്കണം അപ്പോൾ റിപ്ലൈ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോടെ ഫോളോ ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.